നമ്മൾ ജഡത്തിലാണ് നമ്മുടെ ആശ്രയത്വമെങ്കിൽ, മനുഷ്യനാൽ നമ്മൾ ആശ്രയത്വമെങ്കിൽ, നമ്മുടെ ശക്തിയിലാണ്, നമ്മുടെ സമ്പത്തിലാണ്, നമ്മുടെ ആരോഗ്യത്തിലാണ്, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലാണ്, നമ്മുടേതായ ചില കോണ്ടാക്റ്റുകളിലാണ് നമ്മുടെ ശക്തി ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അത് ജഡമാണ്. അവിടെ ഉറപ്പ്, പിശാച് വന്നിരിക്കും, നിന്നെ കൊത്തിപ്പറച്ചിരിക്കും. എന്നാൽ നമ്മുടെ ആശ്രയത്വം കർത്താവിലാണെങ്കിൽ നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കും. അവിടെ പിശാചിന് നമ്മെ തൊടാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ മേൽ ഒരു അഗ്നി, ഒരു ഫയർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയ ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഒരു ആത്മാവിൻ്റെ ഒരു ഫയർ നിങ്ങൾ സ്വീകരിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഒരു അഗ്നിയുടെ അഭിഷേകം പകരണമേ, ഒരു അഗ്നി പകരണമേ, ഒരു അഗ്നി പകരണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ അഗ്നി സ്വീകരിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങ് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ദാഹത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളമേ, ഒരു അഭിഷേകത്തെ അയക്കണമേ.